അവതരിപ്പിക്കുകയും അത് പിന്നീട് അതേപടി വരുന്ന തലമുറകളൊക്കെ സ്വീകരിക്കുകയും ചെയ്ത ഒരു പ്രോസസ്സല്ല തമദ്ഹുബ് എന്നുള്ളത്. മറിച്ച് പണ്ഡിതൻ ഒരു മുത്തലക്കായ മുജ്തഹിദ് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്നീ രീതിയിൽ നിരന്തരമായ ഇമാം നവവിയിലേക്ക് എത്തുമ്പോഴത്തിന് കാലത്രയോ കടന്നുപോയി. എന്നിട്ട് അവിടെ നിൽക്കുന്നില്ല. പിന്നീട് ഇബ്നു ഹജർ റഹിമഹുല്ലയിലേക്ക്, പിന്നീട് അതിൻ്റെ ഹവാഷയിലേക്കൊക്കെ ഈ എൻഗേജ്മെൻറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങളെ അതേപടി സ്വീകരിക്കുകയല്ല, മറിച്ച് വലിയൊരു പണ്ഡിതനായ ഒരു അതോറിറ്റിയുടെ അഭിപ്രായത്തെ സ്കോളർലി ഇൻ്റർപ്രിറ്റേഷനിലൂടെ കാലികമായിട്ട് അതിനെ മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യുകയുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫംഗ്ഷൻ. ഇതിൽ ആധുനികമായ പല ഇജ്തിഹാദിൻ്റെ ആളുകൾ, യൂസുഫുൽ ഖർദാവി അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ 4 മദ്ഹബ് ഫോളോ ചെയ്താൽ പോരാ, അന്നുള്ള എല്ലാ ഉലമാക്കളുടെയും അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കണം എന്ന ഒരു പൊസിഷനാണ് സാധാരണ എടുക്കാറുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മദ്ഹബ് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ 4 മദ്ഹബ് ഫോളോ ചെയ്യാം എന്നൊരു തരത്തിലേക്ക് സമുദായം എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഈ കണ്ടിന്യൂസ് തഹരീർ വർക്കുകൾ നടക്കണോണ്ടാണ്. അപ്പോൾ അവിടെ വരുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് മുദക്കക്കായ അഭിപ്രായമായിരിക്കും. ഈ ഒരു സവിശേഷത മറ്റുള്ള ഉലമാക്കളുടേത് സ്വഹാബികളുടെ അഭിപ്രായത്തിന് വരുന്നില്ല. അപ്പോൾ ഖർദാവിയെ പോലെയുള്ള ആളുകൾ ഇജ്തിഹാദാണ് ചെയ്യുന്നത് എന്ന് വാദിച്ചിട്ട് തഖ്ലീദിൻ്റെ അത്ര പോലും ഒഥൻറ്റിക്കായ അഭിപ്രായമല്ല അവർ ചെയ്യുന്നത്. കാരണം തമദ്ഹുബിൽ ഇതിന് വലിയൊരു പ്രോസസ്സിലൂടെയാണ് എടുക്കുന്നത്. പക്ഷെ ഖർദാവിയെ പോലുള്ള ആളുകൾ ഇജ്തിഹാദാണ് എന്ന് പറഞ്ഞിട്ട് അവർ സിമ്പിളായിട്ട് ഏതെങ്കിലും ലൈസ് ഇബ്നു സഅദിനോ അല്ലെങ്കിൽ സുഫിയാനേനോ മറ്റുള്ള ആളുകൾക്കൊക്കെയുള്ള അഭിപ്രായങ്ങളെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുക, കോട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ആധുനികമായി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് തികച്ചും നമ്മുടെ ഈ ഒതൻറ്റിസിറ്റിയുടെ ആ ഒരു ലെവല് എത്തുന്നില്ല എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ളത് ഈ കിതാബുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് പ്രസൻറ്റേറ്റേഴ്സ്, അഥവാ ഈ നമ്മുടെ ഈ പൈതൃകം എന്ന് പറഞ്ഞാൽ, ട്രഡീഷണലിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലീഗൽ ലെഗസി എന്ന് പറഞ്ഞാൽ, അത് ഈ ലീഗൽ ലെഗസിയിൽ മാത്രമല്ല, ഇനി ഹദീസ് കിതാബുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏത് കിതാബ് എടുത്തു നോക്കുകയാണെങ്കിലും പണ്ഡിതന്മാർ തങ്ങളുടെ മുമ്പിൽ നേരത്തെ വന്ന പഠനങ്ങളോട് ക്രിറ്റിക്കൽ എൻഗേജ്മെൻ്റാണ് എക്കാലത്ത് നടത്തിയിട്ടുള്ളത്. അത് ഇഖ്തിസാർ ചെയ്യുന്ന ആളുകൾ പോലും നേരത്തെയുള്ള വർക്കുകളിൽ നിന്ന് കറക്ഷൻസ്, അഡീഷൻസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് വന്നത്. അതിന് പ്രധാനപ്പെട്ട അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പണ്ഡിതൻ്റെ ഇജ്തിഹാദ് അല്ലെങ്കിൽ നേരത്തെ പിന്നീട് വന്ന ആളുകളുടെ തെർജി അത് അക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല. പിന്നെ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അടുത്ത പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, വീണ്ടും ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. അവ നിരന്തരമായ ചർച്ചകളിലൂടെയാണ് ഒരു സത്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിലൊക്കെ പൊതുവെ നമുക്ക് ഒരു പൊസിഷൻ ഉണ്ടായാൽ അതെല്ലാവരും സ്വീകരിക്കുക എന്നൊരു രീതി, അതാണ് തഖ്ലീദ് എന്ന ഒരു രീതിയിലേക്ക് പല ആളുകളും സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും, ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഏത് അതോറിറ്റി വന്നാലും, ഇപ്പോൾ ഇമാം ഗസാലി റഹിമഹുല്ല വന്നപ്പോൾ അല്ലെങ്കിൽ നേരത്തെ ഇമാമുൽ ഹറമീനുൽ ജുവൈനി വന്നപ്പോൾ തെഹ്രീർ ഓറക്കുറൊക്കെ ആയി എന്നൊരു ധാരണ. കാരണം നേരത്തെയുള്ള ഖുറാസാനി, ഇറാഖി മദ്ഹബൊക്കെ അവർ ജമ്മ ചെയ്തു. അപ്പോൾ ഇത് ക്ലിയറായി എന്നതായിരുന്നു ധാരണ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വന്ന ഇമാമുൽ ഗസാലി റഹിമഹുല്ല അതിനെ പിന്നെ എക്സ്പാൻഡ് ചെയ്തു. എന്നാൽ ഗസാലി ഇമാമിന് 3-4 കിതാബുകൾ നിരന്തരമായി എഴുതിയിട്ട് എന്തായിട്ടില്ല, അവിടെ നിർത്തിയിട്ടില്ല. റാഫി ഇമാമ് വന്നപ്പോൾ പിന്നെ അതിനെ ക്രിറ്റിക്കൽ എൻഗേജ് ചെയ്തു. അവിടെ ഇമാം നബി റഹിമഹുല്ല നിർത്തുന്നില്ല. അദ്ദേഹത്തിന് ശേഷം പിന്നെ നുള്ളാറിൻ്റെ വന്നു. അതിൽ പിന്നെ 2ാമത്തെ തെഹരീർ. അപ്പോൾ അതിന് നൂറ്റാണ്ട് പോയിട്ട് സഹസ്രാബ്ദങ്ങളിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോഴും ഈ എൻഗേജ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി എൻഗേജ് ചെയ്യുക എന്നതാണ് സത്യം മനസ്സിലാക്കാനുള്ള ഇസ്ലാമിൻ്റെ ഒരു സൂത്രവാക്യം അല്ലെങ്കിൽ ഇജ്തിഹാദിൻ്റെ ഒരു പാരാമീറ്റർ. അപ്പോൾ ആ ഒരു സ്വഭാവം ഇൽമിയായ മേഖലയിൽ നിരന്തരം തുടരണം. ഒരാൾ പറഞ്ഞാൽ, ഉസ്താദ് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ എന്ന രീതിയല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഉസ്താദ് അദ്റ ഇമാമ് ചെയ്ത അദ്റ ഇമാമിൽ നിന്ന് കിതാബ് ഓതിയ ശിഷ്യന്മാർ അദ്റ ഇമാമിന് റദ്ദ് ഇസ്തിദ്റാക്ക് ചെയ്യുന്നു. കാരണം ഇൽമിയായ വിഷയത്തിലുള്ള ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് ഉസ്താദിനോടുള്ള അല്ലെങ്കിൽ നേരത്തെ വന്ന മുൻഗാമികളോടുള്ള ബേഅദബി അല്ല, ഒരു തെറ്റായ കാര്യമല്ല, മറിച്ച് അവർ തുടർന്നു വെച്ച ഈ ഒരു വലിയ ഖിദ്മ ഇൽമിയെ അതിനെ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് നടക്കുന്നത്. മറ്റൊന്ന്, ഈ മദ്ഹബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇന്നത്തെ മോഡേൺ ആധുനിക ഇജ്തിഹാദ്വാദികൾ
അവരൊക്കെ പറയുന്നത് ഇന്ന് ഡയറക്റ്റ് ഖുർആൻ ആൻഡ് സുന്ന നോക്കിയിട്ട് അതിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യണമെന്നാണ് മോഡേണിസ്റ്റ് ഇജ്തിഹാദിൻ്റെ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ വളരെ കുറഞ്ഞ അറിവുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബൊക്കെ ഓതി അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ വായിച്ചിട്ടാണ് ഈ ആളുകൾ ഇജ്തിഹാദ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമ്മൾ കാണുന്നത് ഈ ചരിത്രത്തിലുള്ള അസ്ഹാബുൽ വുജൂഹ് അല്ലെങ്കിൽ ഇമാമുൽ ഹറമൈനുൽ ജുവൈനി അവരുടെയൊക്കെ കിതാബ് പറഞ്ഞാൽ നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തുൽ മദ്ഹബ് 30 വാള്യമാണ് കിടക്കുന്നത്. 30 വാള്യങ്ങളിൽ ഓരോ വാള്യം 500-600 പേജസ് ആണുള്ളത്. ഇങ്ങനെയൊക്കെ മദ്ഹബിൻ്റെ എല്ലാ വിഷയങ്ങളും അറിയുന്ന, ഫിലോസഫി അറിയുന്ന, മന്തിക്ക് അറിയുന്ന, ഉസൂൽ അറിയുന്ന, ലുഗത്ത് അറിയുന്ന ഇമാമുൽ ഹറമൈനുൽ ജുവൈനി അടക്കമുള്ള പണ്ഡിതന്മാർ അവരെന്താക്കിയിട്ടില്ല, ഡയറക്റ്റ് ഇജ്തിഹാദിനല്ല ശ്രമിച്ചത്. അവർ മറിച്ച് നേരത്തെയുള്ള ഒരു അതോറിറ്റി, ഇമാം ഷാഫി റഹിമഹുല്ലാ അല്ലെങ്കിൽ ഓരോ മദ്ഹബിലും അതിൻ്റെതായ അതോറിറ്റി, ആ അതോറിറ്റിയുടെ അഭിപ്രായങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവരുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കാൻ ശ്രമിച്ചത്. അത് വലിയൊരു പാടാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഇമാമുൽ ഹറമൈനുൽ ജുവൈനി, ഒസാലി ഇമാം അല്ലെങ്കിൽ ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർക്ക് ഖുർആനും സുന്നത്തും അറബി അറിയാമായിരുന്നു, ഉസൂൽ അറിയാമായിരുന്നു, നേരെ ഇജ്തിഹാദ് ചെയ്യാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. എന്താ കാരണം? ഇത് ഡയറക്റ്റ് ഇൻ്റർപ്രിറ്റേഷൻ തന്നെ ഇതേപോലെ ഓരോ പണ്ഡിതന്മാർ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിന്ന് സ്വീകരിക്കാൻ പറ്റിയൊരു ഫിഖ് ഉണ്ടാകുമായിരുന്നില്ല. ഭയങ്കര ഇൻകൺസിസ്റ്റൻസി ഉള്ള, നിരന്തരമായ അഭിപ്രായ ഭിന്നതകളുള്ള, ഒരാൾക്കും ഫലപ്രദമല്ലാത്ത, ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മാത്രമുള്ള ഒരു ഫന്നാകുമായിരുന്നു ഫിഖ്. പക്ഷെ ഉലമാക്കൾ അത് ചെയ്തില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ഇൽമുണ്ട് എന്ന് കരുതിയിട്ട് അവരുടെ ഹിദ്മത്തുകൾ കാലികമായിരിക്കണം. ഇമാം ഷാഫി റഹിമഹുല്ലാ ചെയ്ത ഒരു ദൗത്യമല്ല അടുത്ത തലമുറയിൽ പ്രസക്തമായിരുന്നത്. അവർക്ക് പ്രസക്തമായിരുന്നത് ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായങ്ങളെ തഹ്രീജ് ചെയ്യുക, അതിനെ എക്സ്പാൻഡ് ചെയ്യുക, അതിനെ തഹ്രീർ ചെയ്യുക. പിന്നെ ഈ 2 ത്വരീഖത്തിന്റെ കാലത്ത് എന്തായി, എല്ലാ വിഷയങ്ങളിലും അഭിപ്രായങ്ങളായി. അപ്പോൾ പിന്നീട് വന്നിരുന്നത് തർജീഹിൻ്റെ ഒരു ഘട്ടമായിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ഈ ടൈപ്പോളജി ഓഫ് മുജ്തഹിദ് അത് ക്വാളിഫിക്കേഷൻ്റെ കുറവ് മാത്രമല്ല, മറിച്ച് അവർക്കുണ്ടായിരുന്ന റെലവൻ്റായ അമൽ, അവർ ചെയ്യേണ്ടിയിരുന്ന ദൗത്യം, പണ്ഡിത ദൗത്യം എന്തായിരുന്നു എന്ന് കണ്ടിട്ട് ഓരോരുത്തരും ചെയ്തപ്പോൾ കൂടിയാണ് ഈ ടൈപ്പോളജി ഓഫ് ദ മുജ്തഹിദ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് ഡയറക്റ്റ് ഇജ്തിഹാദ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ ദുരന്ത ഫലത്തിലേക്ക് അത് നയിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും കൂടി ഉണ്ട്. നേരത്തെ വന്ന ഈ ഇതിലൊക്കെ നമ്മൾ പറയുന്നത് ഇമാം ഇബ്നുൽ ഹജർ ഹൈത്തമി അടക്കമുള്ള പണ്ഡിതന്മാർ അവരൊക്കെ നോക്കുന്നത് ഇമാം റാഫി, ഇമാം നവവി തങ്ങൾ അവർ ചെയ്ത തർജീഹ് ശരിയാണോ അല്ലേ എന്നൊരു ദൗത്യമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഈ തഹ്രീജുൽ മദ്ഹബിൻ്റെ ഒക്കെ ഒരു കാലത്തെ പോലെ ഞാൻ ആ ദൗത്യമാണ് ഞാൻ പറയണില്ല. പക്ഷേ എന്താണ്, മസ്അലകൾ കൂടി വരികയാണ്. ഇമാം ഇബ്നു നവവിയിൽ നിന്ന് ഇബ്നു ഹജർ ഹൈത്തമിയിലേക്ക് പോയപ്പോൾ വാഖിഇൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല, അഫ്ആലുൽ മുകല്ലഫിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. പക്ഷെ അവർക്കൊക്കെ ഉണ്ടായിരുന്നത് സോഴ്സ് ക്രിറ്റിസിസം, മറ്റുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്ന അജണ്ട. എന്നാൽ ഇന്നങ്ങനല്ല. ഇന്ന് ധാരാളമായിട്ടുള്ള വാക്കികൾ, നവാസിലുകൾ, മുസ്തജദ്ദാത്തുകൾ, പുതിയ വിഷയങ്ങൾ വരികയാണ്. അപ്പോൾ ഈ പുതുവിഷയങ്ങളെ പണ്ട് അസ്ഹാബു തഹ്രീജിൻ്റെ ആളുകൾ ചെയ്തതുപോലെ പുതുവിഷയങ്ങൾക്ക് പിൽക്കാല പണ്ഡിതന്മാർ ചെയ്തതുപോലത്തെ ഇൽഹാക്കിൻ്റെ ഒരു രീതിയിലൂടെ പുതിയ തസ്നീഫുകൾ ധാരാളം വരണം. അപ്പോൾ തെറ്റോ എന്നുള്ള പേടിക്ക് അർത്ഥമില്ല. കാരണം നേരത്തെയുള്ള ഉലമാക്കൾ ഇത്രയൊക്കെ ശക്തമായി ചെയ്തിട്ടും അതിൽ തെറ്റുണ്ട് എന്ന് പിൽക്കാല ഉലമാക്കൾ പറയുന്നു. അപ്പോൾ ഇന്നുള്ള ആളുകൾ ഈ ഇൽഹാക്ക് ചെയ്തിട്ട് പുതിയ വിഷയങ്ങളിൽ, നവാസിലുകൾ, ഈ ടെക്നോളജികളിൽ, തിബിലൊക്കെ വരുന്ന പുതിയ വിഷയങ്ങൾക്ക് മറുപടി കണ്ടെത്തുമ്പോഴാണ് അത് അടുത്ത ടീം പരിശോധിക്കുക. എന്നാൽ അത് 2 അഭിപ്രായം വന്നാൽ അവിടെ തവക്കുഫിലേക്ക് നീങ്ങിയിട്ട് ഇനി ആരും അഭിപ്രായം പറയണ്ട എന്ന ഉൾവലിയിലല്ല നമുക്ക് വേണ്ടത്. മറിച്ച് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അവർ വ്യത്യസ്തമായ വിഷയങ്ങളിൽ എന്താവണം, കൂടുതൽ ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായം എന്താണ് എന്നതിലേക്ക് പോകണം. മറ്റൊന്ന് അതിപ്രധാനമായ മറ്റൊരു കാര്യം, ലാസ്റ്റത്തെ ഫൈനൽ ഒരു വിഷയം പറഞ്ഞ് ഞാൻ നിർത്താണ്. ചോദ്യം അതിൻ്റെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചോദിച്ചാൽ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുക. അവസാനത്തെ ഒരു പോയിന്റ്, നമ്മുടെ മദ്ഹബിലെ ഉലമാക്കൾ ഇത്ര ഒരു സഹസ്രാബ്ദമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്, അതോറിറ്റി, ഒതൻറ്റിസിറ്റി വെരിഫൈ ചെയ്യുക എന്നുള്ളൊരു പണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പുതിയ തലമുറ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ക്വിക്ക് ഫത്വകൾ, പെട്ടെന്നുള്ള ഫത്വകൾ അല്ലേ, വളരെ സിമ്പിളായിട്ട് ഫത്വ കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ നവീമാമൊക്കെ പറയുന്നത് എന്താണ്, അസ്ഹാബു തഹ്രീജിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അസ്ഹാബുൽ വുജൂഹിൻ്റെ ആളുകൾ അവരുടെ 1-2 കിതാബ് കണ്ടിട്ട് മദ്ഹബ് ഇതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിന് 100 കണക്കിന് കിതാബുകൾ പരിശോധിച്ചിട്ട് അതിലേക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടതുണ്ട് എന്നതാണ് അസ്ഹാബുൽ വുജൂഹിൻ്റെ കിതാബിനെ കുറിച്ച് ഇമാം നവവി തങ്ങൾ പറയുന്നത്. നമ്മളിപ്പോൾ പുതിയ ആളുകൾ ഫത്വ
സിമ്പിളായിട്ട് എന്താണ് AI-നോട് ചോദിച്ചിട്ട് ഫത്വ കൊടുക്കാമെന്ന ലാഘവ ബുദ്ധിയിലേക്കാണ് പോകുന്നത്. ഈ AI ഏത് കിതാബാണ് പരിശോധിക്കുന്നത്, ഏത് രീതിയിലാണ് പരിശോധിക്കുന്നത് എന്നൊന്നും നോക്കാതെ AI-നോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഉത്തരം നമുക്ക് എടുത്തൂടെ എന്ന രീതിയിലാണ് ഇന്ന് മുഫ്തിയാക്കാൻ, AI-യെ മുജ്തഹിദാക്കാൻ, മുഫ്തിയാക്കാൻ പറ്റുമോ എന്ന ചർച്ച പോകുന്നത്. എന്നാൽ നമ്മുടെ മുഫ്തിമാർ അവർ നൂറുകണക്കിന് കിതാബുകൾ പരിശോധിച്ച് അതിൻ്റെ കോണ്ടസ്റ്റ് പരിശോധിച്ച് അത് തന്നെ അതിൻ്റെ മസാദിറിലേക്ക് മടക്കി നോക്കി ഇങ്ങനെയൊക്കെയാണ് ഒരു വിഷയത്തിൽ തെർജീഹിലേക്ക് എത്തുന്നത്. അപ്പം നിലവിലുള്ള AI അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അതിനെന്തല്ല നമ്മുടെ ഈ രീതിശാസ്ത്രപ്രകാരം അതിൻ്റെ ആൻസറുകൾ ഡിപ്പെൻഡബിൾ അല്ല. എന്നാൽ ഇനി ഏതെങ്കിലും ഒന്ന് മക്തൂബായ മൻകൂല നക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, സാധാരണ ഇപ്പോൾ മദ്രസയിൽ പഠിച്ച ഉദു മുറിയുന്ന കാര്യങ്ങൾ എത്രയെന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കും. അത് നല്ല 1ാം റാങ്കുള്ള കുട്ടിക്ക് അത് ഓർമ്മ ഉണ്ടാവും. അത് അപ്പുറത്തെ സഹോദരൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിനെന്ത് വേണ്ട, ഇഫ്താ അല്ല, അത് ഇഖ്ബാർ ഇൻഫോർമേഷൻ പാസേജ് ആണ്, നക്കലാണ്. അപ്പം ഇങ്ങനെയുള്ള നെക്കലുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകളൊക്കെ ആണെങ്കിൽ റോബോട്ടിക്സ് ഫത്വ അല്ലെങ്കിൽ റോബോട്ടിനെ നമ്മൾ നിസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ബേസിക്കായ ലാഹിറായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് ഉലമാക്കളൊക്കെ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ചിലപ്പോൾ സ്വീകരിക്കാം നമ്മൾ ഈ പറഞ്ഞ മദ്രസ കുട്ടിയുടെ നിലവാരത്തിൽ. എന്നല്ലാതെ അതിനെ മുഫ്തിയായി മുജ്തഹിദായിട്ട് കൊട്ടിഘോഷിക്കാനുള്ള ആധുനിക ശ്രമം തെറ്റാണ്, അത് സ്വീകാര്യമല്ല എന്നുകൂടി ഈ മദ്ഹബിൻ്റെ ചരിത്രം ഇമാം നവവി റഹിമഹുള്ളയുടെയൊക്കെ ആക്ടിവിറ്റീസ് അവരൊക്കെ ചെയ്ത പണി നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും എന്ന് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുകയാണ്. ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്.